നമസ്കാരം. ആളുകൾക്കിടയിലൂടെ പതുക്കെ തോളൊക്കെ ചെരിഞ്ഞിങ്ങ് വരും. ലാലേട്ടനല്ല കേട്ടോ, നമ്മുടെ പ്രിയദർശിനി. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. നേരം പതുക്കെ വിളിക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു കിടന്നുറങ്ങുന്ന വീട്ടമ്മമാർക്ക് എല്ലാവർക്കും കൂടി പ്രിയദർശിനി മാത്രമേ ഉള്ളൂ ഒരു ആശ്വാസം. നല്ലൊരു കണി കാണിക്കണേ. പ്രിയദർശിനി പെണ്ണുങ്ങളുടെ ഹൃദയത്തിൽ കുളിരായും ആണുങ്ങളുടെ നെഞ്ചിൽ തീയായും ഓടി തുടങ്ങിയിട്ട് മാസം 1 കഴിഞ്ഞു. ഈ പോക്ക് പോയാൽ വീട്ടമ്മമാർക്ക് പ്രൈവറ്റ് ബസ്സിലെ കിളിയായി വേണമെങ്കിലും പോകാമെന്ന അവസ്ഥയായി. ആ തരത്തിലാണ് ഫുട്ബോളിലെ പ്രകടനങ്ങൾ. നമ്പൂതിരി ഫലത്തിൽ ഒരു കഥയുണ്ട്. ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ നേരം ഒരു നമ്പൂതിരി പറഞ്ഞത്രേ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടിയിൽ വേണമെങ്കിലും പോകാമല്ലോ, എനിക്കിതിൽ നിന്ന് തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ. അതേ അവസ്ഥയാണ് ഇപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങാനുള്ളവർക്ക്. 2 സ്റ്റോപ്പ് മുന്നേ ചലിക്കാൻ തുടങ്ങിയാൽ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും ഡോറിന്റെ അവിടെ വരെ ചെന്നെത്തി നിൽക്കാം. ഒരിക്കൽ ഈ അവസ്ഥയിൽ പോകുന്ന പ്രിയയിൽ ഒരു മോഷ്ടാവും വലിഞ്ഞു കയറി. പുരുഷന്മാരുടെ സീറ്റുകളുടെ ഭാഗത്തുള്ള ഡോറിൽ കൂടി കയറിയ കക്ഷി തിരക്ക് കൂടുന്നതിനനുസരിച്ച് ആളുകളോട് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പിന്നീട് ആള് പോയി എന്ന് മനസ്സിലായത് ഇയാളുടെ ഗീർവാണങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പാവത്താന്റെ പേഴ്സ് പോയി എന്ന് അറിഞ്ഞതോടെയാണ്. സീറോ ടിക്കറ്റ് അല്ലാത്തത് കൊണ്ട് കയ്യിൽ 50 രൂപ വെച്ചിട്ട് വണ്ടിയിൽ കയറിയത് കൊണ്ട് പാവത്തിന് വണ്ടി കൂലി തിരിച്ചു കിട്ടി. തോപ്പുംപടിയിൽ നിന്ന് ചേർത്തലയിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിനു വേണ്ടി കണ്ടക്ടർ പള്ളുരുത്തി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ബസ് ചവിട്ടി. പേഴ്സ് മോഷ്ടിക്കപ്പെട്ടവന്റെ പരാതി പോലീസ് കേട്ടു. പോലീസ് കക്ഷി അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള യാത്രക്കാർക്ക് വേണ്ടി നിഷ്കരണം വണ്ടി വിട്ടോളാനും പറഞ്ഞു. അങ്ങനെ വണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടു. ആദ്യ ദിനങ്ങളിൽ ഫിഫ വേൾഡ് കപ്പ് പോലും നടത്താവുന്ന രീതിയിലായിരുന്നു ബസ്സിനകത്ത്. ടിക്കറ്റ് ഇല്ലാത്ത യാത്രയല്ലേ, എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഇരുന്നാൽ വഴക്ക് പറയുമോ, ഫ്രീ ടിക്കറ്റ് ആണെങ്കിൽ സൗജന്യമായി യാത്ര ചെയ്തതിന് ആളുകൾ കളിയാക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക. പിന്നെ തിരക്ക് കൂടി വരുന്നതല്ലാതെ പ്രിയദർശിനി തിരക്ക് കുറഞ്ഞിട്ടേയില്ല. ഇപ്പോൾ പിന്നെ സീറ്റിൽ ഒന്നിരുന്നു പോയാൽ ബാഗുകളുടെ ഒരു കൂമ്പാരം തന്നെ ഇരിക്കുന്നവരുടെ തലയിലേക്ക് എടുത്തു വെക്കും, ചോദിക്കാതെ ചിലർ. ഒരിക്കൽ ബസ് ബ്രേക്ക് ഇട്ടപ്പോൾ സഹയാത്രികയുടെ മടിയിലേക്ക് വീണ യാത്രക്കാരി പറഞ്ഞു, അങ്ങനെയെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റിയല്ലോ, അടുത്ത ബ്രേക്കിൽ എണീറ്റ് തരാമേ. സ്ത്രീകൾ കൂടുതലായതുകൊണ്ടാണോ എന്തോ ബസ്സിനകത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊന്നും ഉണ്ടായതായി കണ്ടുമില്ല കേട്ടുമില്ല. പുരുഷന്മാർക്ക് സംവരണം ചെയ്ത സീറ്റിലെല്ലാം സ്ത്രീകൾ ഇരിക്കുന്നു എന്നൊക്കെ പരാതികൾ വരുന്നുണ്ട്. ചിലർ സീറ്റ് ഉണ്ടെങ്കിലും ഇരിക്കില്ല, മോളിരുന്നോ, ചേച്ചി ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് മാറിക്കൊടുക്കും. മറ്റു ചിലർ ആരെങ്കിലും ഇതിനെതിരെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പ്രതികരിക്കാമായിരുന്നു എന്ന് കരുതി സീറ്റിൽ ഇരിക്കാതെയുമുണ്ട്. എന്തൊക്കെയായാലും ഒരു പരിധിവരെ എല്ലാ സ്ത്രീകളും സീറോ ടിക്കറ്റിൽ ഹാപ്പിയാണ്. പിന്നെ ടിക്കറ്റ് വില 0 ആണെങ്കിലും അതെടുത്ത് കയ്യിൽ വെച്ചില്ലെങ്കിൽ കൈനഷ്ടം വരുമെന്നും പ്രിയയുടെ യാത്രക്കാരികൾക്ക് അറിയാമെന്നും കണ്ടക്ടർമാർ പറയുന്നുണ്ട്.